കുഴിയിലാണോ എന്ന് എനിക്കറിയാത്ത ഒരു മണ്ഡലത്തിൽ ഞാൻ നിൽക്കുന്നുവെങ്കിൽ ഞാൻ വീഴുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ദൈവമേ ഈ ലോകത്തിലെ ഒരു മനുഷ്യന് അങ്ങനെയാണെങ്കിൽ, ഈ ലോകത്തിലെ ഒരു മനുഷ്യന് നടക്കണമെങ്കിൽ അവർ കാഴ്ച വേണം. എങ്ങനെ നടക്കണമെങ്കിൽ? മുമ്പോട്ട് വീഴാതെ നടക്കണമെങ്കിൽ അവന് കാഴ്ച വേണം. എങ്ങനെയെങ്കിൽ ആത്മീയനായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടുന്ന ഒരു പ്രകാശം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചെങ്കിൽ മാത്രമേ കർത്താവേ ഒരു കാഴ്ച ലഭിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി മനസ്സിലാക്കുവാനിടയാകണം. അവൻ നിഗളഭാവം ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകാതെ കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട്, ഞാൻ ആരാധിച്ചതുകൊണ്ട്, ഞാൻ പ്രസംഗിച്ചതുകൊണ്ട്, ഞാൻ നിന്നതുകൊണ്ട് അനേകരെ രക്ഷിക്കപ്പെട്ടു, അനേകർ സ്നാനപ്പെട്ടു, ഞാൻ സുവിശേഷം അറിയിച്ചതുകൊണ്ട് അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്ന ചിന്ത എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു വീഴാതെ വേണം സൂക്ഷിച്ചു കൊള്ളുക. ഇതുവരെ എത്തിച്ചത്, ഇതുവരെ നടത്തിയത് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ദൈവസഭയിൽ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പല മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് സഭകളുടെ അന്തരങ്ങളുടെ നടുവിലേക്ക് വരുവാനിടയാകുമ്പോൾ രക്ഷിക്കപ്പെട്ടൊരു കൂട്ടമായി ദൈവജനത്തെ ഒന്നിച്ച് ചേർത്തിരിക്കുമ്പോൾ ദൈവത്തിന് രാത്രികാലം ദൈവദാസനോട് കേട്ടതുപോലെ പരസ്പരം സ്നേഹിച്ച് നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്ന് പറയുവാനിടയാകുമ്പോൾ നിങ്ങൾ ഇന്ന പക്ഷക്കാർ നിങ്ങളുടെ പക്ഷക്കാരെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയാകും. അതിന് തന്നെ പറയുന്നുണ്ട് 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 3-ാം അധ്യായത്തിന് 1 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരോട് എന്ന പോലെ അത്ര സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ് ആര്? പൗലോസ് ആര്? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കുവാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ. ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹ നിർമ്മാണം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കി. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ. ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്ന കഥാവിനെ സന്നിധിയിലേക്ക് മാറിയാകുമ്പോൾ ഏതെങ്കിലും മേഖല നടുവിൽ പരിശുദ്ധമാവ് നമ്മൾ പറയുന്ന കാര്യമുണ്ട്. സഭയുടെ നടുവിൽ ഞാൻ ഇന്ന വർഷക്കാരനെന്നും ഇതൊക്കെ കാണുവാൻ കഴിയുന്ന ദേശങ്ങളുടെ നടുവിൽ ഇത് കാണുവാനിടയായിത്തീരും. ദേശങ്ങളുടെ നടുവിലുള്ള ചർച്ചകളിൽ ഇതൊക്കെ കാണുവാനിടയായിത്തീരും. ഞാൻ ഇന്ന വർഷക്കാരനെന്നും ഇന്ന സെക്രട്ടറിയോട് കൂടെ ഞാനുള്ളതും ഇന്ന സഹോദരി കൂട്ടത്തിൽ ഞാനുള്ളതും എന്ന് ഒരു സഭയ്ക്കകത്ത് തന്നെ രണ്ടായിട്ട് പിരിഞ്ഞു നിന്ന്, രണ്ട് ചേർതിരിഞ്ഞ് നിൽക്കുന്ന അനുഭവമാണ്. ഒരേ കർത്തമേശയിൽ നിന്ന് ഭാഷിച്ച് പാനം ചെയ്ത് ഒരേ ആത്മീയാകാരത്തിൽ നിന്ന് കഴിച്ചിട്ടും അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ഭിന്നതകളുടെ മണ്ഡലം വരുവാനിടയാകുമ്പോൾ പറയുന്നത് ഞങ്ങളൊന്നുമില്ല, ഞങ്ങളെ ദൈവം ആക്കി വെച്ചിട്ട് ചില ശുശ്രൂഷകൾക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളൊന്നുമില്ല. വളരെ മാക്കാക്കും ദൈവം കഴിഞ്ഞ ആഴ്ച കാലഘട്ടത്തുപോലെ മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കുവാൻ കർത്താവ് ഈ രാത്രികാലം നേർപ്പിച്ച് കൊടുക്കുവാൻ കഴിയും. ഞാൻ ഇതിന് ഏതെങ്കിലും ഒരു ഭാഗമാക്കായി തീർന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലകൾ എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു കർത്താവ് ഒരു വിഭാഗത്തിന് വേണ്ടി ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞാൻ ഏതെങ്കിലും സമയത്ത് ഇന്ന ഭക്ഷക്കാരനെന്ന് പറഞ്ഞു അവൻ ഭക്ഷണം പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കുവാൻ
ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവ് ഒരു രക്ഷിക്കപ്പെടുവാൻ അവനാണെന്നോ പെണ്ണെന്നോ ഇല്ല, യവനെന്നില്ല, സ്ത്രീ എന്നില്ല, ആരെന്നില്ല, അവർ കർത്താവിലില്ല, അവരും ഒന്നായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുവാണ്ടാകുമ്പോൾ പലയിടങ്ങളിലും നാം മനസ്സിലാക്കുവാൻ അവൻ കളറിന്റെ വ്യത്യാസത്തിൽ, നിറത്തിന്റെ വ്യത്യാസത്തിൽ, അവർ വന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ വ്യത്യാസത്തിലൊക്കെ വേർതിരിച്ചു വന്ന് അവൻ ഒരു സഹോദരൻ എന്ന് പറയുവാൻ പോലും മനസ്സ് അവൻ മടുത്തു നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. പലപ്പോഴും അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ആ സഹോദരനെ ചേർത്ത് പിടിക്കുവാൻ കഴിയാതെ പലപ്പോഴും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഇവൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവനാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവനെ ഒന്ന് സഹോദരനോ അച്ചായനെന്നോ ഒന്ന് പറയുവാൻ പോലും നാവ് പൊങ്ങാതെ നിൽക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകാൻ നിൽക്കുക? ഉയരത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. ഉയരത്തിലേക്ക് പോകാൻ നിൽക്കുക. ഭാഗവാക്കായി നിന്ന മണ്ഡലങ്ങളുണ്ട്, അറിയാതെ പറഞ്ഞ് സംഭവിച്ച പോയ മണ്ഡലങ്ങളുണ്ട്, അറിയാതെ മനോഭാവം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന മണ്ഡലങ്ങളുണ്ട്. പുറമെ ചിരിച്ചു കാണിച്ചെങ്കിലും പുറമെ പറയുമെങ്കിലും അവൻ ഒന്ന് ഓർക്കുവാനിടയാണ് അവർ സകലതും അവർ പുറകിൽ അവൻ ചിന്തിച്ചിരുന്നത്, അവർ പുറകെ പിടിച്ചിരുന്നത് പാരമ്പര്യത്തിന്റെ സകല കെട്ടുകളെയും വിട്ടിട്ട് യേശുവിനെ നോക്കി ഇറങ്ങി പുറപ്പെട്ടവരാ. പക്ഷെ എൻ്റെ നിങ്ങളുടെ പ്രവർത്തി നിമിത്തം അവർ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, വേദനപ്പെടുന്നുണ്ടെങ്കിൽ, പറയാതെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നിമിത്തം ഞാൻ ഇടം തളർച്ചയായി നിൽക്കുന്നുണ്ടെങ്കിൽ, അവർക്കൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ചോദിക്കും, നിന്റെ നിമിത്തം അവൻ എത്ര ഭാരം അനുഭവിച്ചു? നിന്റെ വാക്ക് നിമിത്തം, നിന്റെ ഇടപാട് നിമിത്തം, നിന്റെ ചിന്ത നിമിത്തം, നിന്റെ കൊടുക്കുവാങ്ങ നിമിത്തം, നിന്റെ ഇടപാടുകൾ നിമിത്തം എത്ര ഭാരം അവൻ അനുഭവിച്ചു. ഞാൻ ശുദ്ധീകരിച്ച് ദൈവം ശുദ്ധീകരിച്ച് അശുദ്ധമെന്നു നമുക്കാർക്കും കഴിയത്തില്ല. ദൈവം ശുദ്ധീകരിച്ച് അവനെ അകത്ത് കയറ്റിയാണ്. പക്ഷേ നമ്മുടെ കണ്ണിൽ നിന്നും അവൻ ദൈവാസം പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിൽ നിന്നും കോലെടുത്ത് വെച്ചിരിക്കുക. നമ്മുടെ കണ്ണിൽ നിന്നും കോലെടുത്ത് വെച്ചിരിക്കുന്ന അനുഭവമാണ്. അവൻ ദിവസങ്ങൾ അവൻ ശുദ്ധീകരണമില്ലാതെ, ശുദ്ധീകരണം കൂടാതെ അവൻ നന്മയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. കർത്താവിൽ നിന്ന് വല്ല നന്മകളും പ്രാപിക്കണമെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളുടെ പണിയാതെ അവൻ ഒന്നും നന്മകൾ പ്രാപിക്കുവാൻ കഴിയത്തില്ല. അവൻ എത്ര ആഹാരം ഇടിഞ്ഞിരുന്നത് കൊണ്ട് അവൻ ഒരു പ്രയോജനം ഉണ്ടാകുവാണ്ടിയാകത്തില്ല. അവൻ തകർച്ച ഉണ്ടാകണം. അവൻ ഇറങ്ങി പുറപ്പെട്ട നാടുകളിൽ അപ്പാതെ ഒരു ആത്മഭാരം ഉണ്ടായിരുന്നു, കരയുവാൻ കഴിയുന്നുണ്ടായിരുന്നു, അവൻ കണ്ണുനീർ ഒഴിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ അവൻ കണ്ണുനീറിന്റെ മണ്ഡലത്തിൽ വരുന്നില്ല. അവൻ ഉപവസിക്കുവാൻ കഴിയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പോയിരിക്കുക. ഒരു ആത്മഭാരം എൻ്റെ ജീവിതത്തിൽ ഇല്ല. ആത്മീയമായ കണ്ണ് തുറന്നിട്ടുണ്ട്. ആത്മീയമായ കണ്ണ് തുറന്നിട്ടുണ്ട്. അവൻ ഞാൻ ധനവാനം സമ്പന്ന എനിക്കെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ നഗ്നനും അവൻ കുരുടനുമായി നിൽക്കുന്ന അനുഭവം ഇന്ന് പകൽക്കാലം രാത്രി വ്യാമങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവേ ദൈവമേ, ഞാൻ കർത്താവേ ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയാകുമ്പോൾ ആ വചനത്തിന് മുമ്പാകെ എനിക്കൊന്ന് ശോധന ചെയ്ത് പരിശുദ്ധ ദൈവമേ ശക്തീകരിക്കുവാനിടയാണമേ. കർത്താവിൽ നിൽക്കുന്ന ഒരു അനുഭവം നിൽക്കുന്നു എന്നത് തോന്നൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടപ്പാ. പലപ്പോഴും ദൈവത്തിന് ഹിതമില്ലാത്ത മണ്ഡലങ്ങളാ, ദൈവഹിതമില്ലാത്ത ചിന്തകളാ, ദൈവഹിതമില്ലാത്ത വിചാരങ്ങളാ. രാത്രിക്കാരൻ അടുത്തൊരു സ്റ്റെപ്പ് എനിക്ക് വെക്കണം, അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കത്തുള്ളൂ. ആത്മീയ കുരുടായി പോയാൽ അടുത്ത സ്റ്റെപ്പ് അവൻ കുഴിയിലേക്കാണ്. അവൻ ആത്മീയമായ മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശം തന്ന് നടത്തിയില്ലെങ്കിൽ അടുത്ത വെക്കുന്ന സ്റ്റെപ്പ് കുഴിയിലേക്കാണ്. ഇത് അവലംബനം അവൻ വിശുദ്ധരായി തുടങ്ങിയ ഭക്തരായി തുടങ്ങിയ തന്റെ ദാസന്മാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവം. ശുശ്രൂഷ നന്നായി തുടങ്ങി, നന്നായി ആരംഭിച്ചു, ക്രിസ്തീയ ജീവൻ നന്നായി ആരംഭിച്ചു. പക്ഷേ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ എനിക്ക് നിൽക്കുവാൻ കഴിയും, എനിക്ക് കഴിയും എന്ന ചിന്ത കടന്നു വരുന്നാൽ ആത്മീയമായ പ്രകാശം അവൻ കെട്ടുപോയി. പിന്നെ ഇരുട്ട ജഡത്തിൻ്റെതായ മണ്ഡലങ്ങളിൽ കടന്നു വരുവാൻ അവിടെ ആത്മീയമായ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ അടുത്തൊരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അവൻ അടുത്തത് എവിടെ നിൽക്കണമെന്ന് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി യാമങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്?
ക്രിസ്തുവാകുന്ന പാറയിൽ നിൽക്കുവാൻ കഴിയണം. ഞാൻ നിൽക്കുന്ന എവിടെ നിൽക്കുവാൻ കഴിയണം? ക്രിസ്തുവാകുന്ന പാറയിലായിരിക്കണം. നമ്മൾക്കത് എവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ വീഴാതിരിക്കത്തില്ല. നമ്മൾക്കത് വീഴാതിരിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറയിൽ നിൽക്കുവാൻ കഴിയണം. അടുത്തൊരു സ്റ്റെപ്പ് ആരിൽ ആശ്രയിച്ച് വെക്കുവാൻ കഴിയണം? കർത്താവിൽ ആശ്രയിച്ച് വെക്കുവാൻ കഴിയണം. അവനേകം വഴികൾ കാണുവാണ്ടാകുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് പറയണം, കർത്താവേ ഇന്ന വഴി അടുത്തതെന്ന് പറയുവാൻ. കർത്താവേ ആത്മീയമായ അവൻ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ സംസാരിച്ചേ പറ്റത്തുള്ളൂ. വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാനായിരിക്കണം. അവൻ ലോകത്തിൽ അനേകം വഴികളുണ്ട്. അവൻ ഇടുക്ക് വാതിലൂടെ നടക്കണമെങ്കിൽ ആ ഇടുക്ക് വാതിൽ ഏതൊന്ന് തിരിച്ചറിയുവാനൊക്കെ ഒരു കൃപ, ഒരു പരിജ്ഞാനം എനിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ആ വഴികളിൽ നടക്കുവാൻ കഴിയത്തുള്ളൂ. പകൽക്കാലം അമിരാത്രിയാമെന്ന് കർത്താവേ ആ ഒരു വാതിൽ കാണുവാൻ തക്കൊരു കൃപ എനിക്ക് തന്നെ പകരുവാനാണ്. ആ വാതിൽ എനിക്ക് കണ്ടേ മതിയാകത്തുള്ളൂ. എനിക്ക് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ ദൈവമേ ആ ഒരു കൃപ നമ്മളെ പറ്റി നന്നേ മതിയാകത്തുള്ളൂ. ആത്മീയ കണ്ണുകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്നത് ജഡത്തിൻ്റെതായ എല്ലാ മേഖലകളും അവിടെ ഇടിയുവാൻ കഴിയും. ജഡത്തിൻ്റെതായ ജഡമോഹങ്ങളെല്ലാം വിടുവാൻ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതെല്ലാം നീങ്ങി മാറുവാൻ ഇന്നും കർത്താവ് ദൈവത്തിന് ഹിതമില്ലാത്തത് ആത്മീയമായ കണ്ണ് തുറന്നു തന്നിട്ടും ഇന്ന് പലക്കാലം ദൈവത്തിന് ഹിതമില്ലാത്തത് ഇറങ്ങിപ്പുറപ്പെട്ട നാളുകൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ട് നിന്ന് അനേകം മണ്ഡലങ്ങളിൽ ഇന്നും വിടാൻ കഴിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രിക്കാലം ഒരു ശുദ്ധീകരണം എൻ്റെ ജീവിതത്തിന്റെ അന്തരങ്ങളിലേക്ക് നമ്മൾ പകരുവാനാണ്. കർത്താവേ ദൈവം നമ്മളെ സഹായിക്കണം. ഒന്ന് പത്രോസ് 5-ാം അധ്യായത്തിലെ 5 മുതൽ 10 വരെ വാക്യങ്ങൾ. 5-ാം അധ്യായത്തിലെ 5 മുതൽ 10 വരെ വാക്യങ്ങൾ. ഇവയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു പോയി. ദൈവം നിബിലുകളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താഴ്ന്നിരിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേൽ ഇട്ടുകൊടുക്കുക. നിർമ്മതരായിരിക്കും, ഉണർന്നിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനെ വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചും ശക്തീകരിക്കും. ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളോട് ദൈവം എതിർത്ത് നിൽക്കുക. അവണം ഇളയവരേക്ക് മുമ്പമായിരിക്കും എല്ലാവരും തമ്മിൽ കീഴിൽ താഴ്മ ധരിച്ചു. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും കൃപ നൽകും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതായി നിങ്ങളുടെ സകല നിങ്ങളുടെ ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും നിർമ്മലരായി ഉണർന്നിരിക്കുകയും നിങ്ങളുടെ പ്രതിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വരുന്നു തിരിഞ്ഞു ചുറ്റി നടക്കും. ദിവസങ്ങൾ മനസ്സിലാക്കുവാനിടയാകുന്നത് അവൻ താഴ്മ ജീവിതത്തിലുണ്ടാകുവാനിടയായിരുന്നു. തന്നെ താങ്കൾ താഴ്ത്തുവാൻ, മറ്റുള്ളവർക്കൊന്ന് കീഴടങ്ങിയിരിക്കുവാൻ ഒക്കെ ഉള്ളൊരു കൃപ നമുക്ക് ദിവസം പ്രാപിച്ചെടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അവന് ഇങ്ങനെയൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പിശാച് ഊരാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവകൃപയിൽ നിന്ന് ഒന്ന് വീണ് കിട്ടുവാൻ വേണ്ടി പിശാച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അനേകം പരീക്ഷകളിലൂടെ അവൻ കടന്നു പോകണമെന്ന് വീണാൽ പിശാചിന്റെ വരിയിലേക്ക് അകപ്പെടുവാൻ ദിനങ്ങൾ നിൽക്കണമെങ്കിൽ ദൈവത്തിന് കൃപ വേണം. ഇത് അവൻ പോർക്കടത്തിലാണ് നിൽക്കുവാനിടയായിരുന്നു. ഈ പോർക്കടത്തിൽ നിൽക്കുവാനിടയാകുമ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ അവൻ ദൈവം ചട്ടപ്രകാരം ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ദൈവപ്രകാരം നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. ദിവസം ദൈവത്തിന് ആ പരിശുദ്ധമാവ് പറയുന്നതും നമുക്ക് സദവിച്ച് കേൾക്കുവാനിടയായി തന്നാൽ ദിനങ്ങളിൽ കർത്താവിൻ്റെ ഹിതപ്രകാരം നിൽക്കണമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടപ്രകാരം പോരാടി നിൽക്കണമെങ്കിൽ
ദിവസങ്ങൾ അവൻ നിൽക്കണമെങ്കിൽ വീഴാതവണ്ണം ഞാനൊന്ന് മുമ്പോട്ട് യാത്ര ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നികളത്തിൻ്റെതായ ചിന്തകളെല്ലാം നീങ്ങി മാറുകയാണ്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഉയരുന്ന എല്ലാ ഉയർച്ചകളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ഞാൻ ഇടിച്ചു താക്കുവാൻ ദൈവഹിതമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരാതെ ഞാൻ എപ്പോഴും വളരെ അലേർട്ടായിരിക്കണം. വീഴാതിരിക്കണം, സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞാൽ അവന് എപ്പോഴും ഞാൻ സൂക്ഷിക്കുവാനായിട്ടാണ്. ആ വെള്ളിയാഴ്ച വരുമ്പോൾ മാത്രം ഞാൻ സൂക്ഷിച്ചാൽ പറ്റത്തില്ല. എല്ലാ ദിനങ്ങളും 24/7 ഞാൻ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. എപ്പോഴും ഞാൻ സൂക്ഷിക്കുവാനാണ്. ഇങ്ങനെ വീഴാതിരിക്കുവാൻ വേണ്ടി കർത്താവേ, എൻ്റെ നടപ്പ്, എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരം എല്ലാം ക്രിസ്തുവിനായി തീരുവാൻ വേണ്ടി, ദൈവത്തിനായി തീരുവാൻ വേണ്ടി, കർത്താവിൻ്റെ ഹിതപ്രകാരം നടക്കുവാൻ വേണ്ടി ഞാൻ സൂക്ഷിക്കുവാൻ വേണ്ടിയായിട്ടാണ്. എൻ്റെ നടപ്പെല്ലാം കർത്താവിൻ്റെ ഹിതപ്രകാരമായിട്ടാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കേട്ടതുപോലെ എൻ്റെ സംസാരങ്ങളെല്ലാം ഉപ്പിനാൽ രുചി വരുത്തിയതായിട്ടാണ്. എൻ്റെ പ്രവചനങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ കൊടുക്കുവാങ്ങുകൾ എല്ലാം കർത്താവിൻ്റെ ഹിതപ്രകാരമായിട്ടാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ രാത്രിയാമെന്ന് കർത്താവേ, പരിശുദ്ധമേ, ദൈവത്തിൻ്റെ ഹിതമില്ലാത്തതെല്ലാം പരിശുദ്ധാമെന്ന് വെളിപ്പെടുത്തി തരുവാനാണ് കർത്താവ്. ദിവസങ്ങൾ കർത്താവ് ദൈവമേ, കർത്താവ് പരീക്ഷകൾ എല്ലാം വന്നാലും അതെല്ലാം സഹിപ്പാൻ ഒരു കൃപ തമ്പുരാൻ നൽകുവാനായിട്ട് അതിനപ്പുറത്തേക്ക് ദൈവത്തിന് വചനം പറയുന്ന നമ്മൾ വായിച്ച വാക്യത്തിന്റെ അവസരം പറയുന്ന ഒരു പോക്കുവഴിയും തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുക. ഇതെല്ലാം കറക്റ്റാണ്, ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. പക്ഷേ എന്ത് ചെയ്യാം, വാക്ക് കേട്ട് അനുസരിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ നിൽക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ്. ഈ രാത്രിയാമെങ്കിൽ കർത്താവേ ദൈവമേ, അങ്ങൊരു കൃപ തമ്പുരാൻ പകരണം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം കേട്ട് കർത്താവേ ഒരു ഇറങ്ങി പുറപ്പെടുമ്പോൾ കർത്താവേ ആ വചനപ്രകാരം നടപ്പാൻ ഒരു കൃപ തമ്പുരാൻ നൽകുക. 1-2 വചനങ്ങളെ പരിശുദ്ധ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മതി ആ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കുക കർത്താവേ. ഒരു കൃപ തമ്പുരാൻ പകരുവാൻ ജനങ്ങൾ കർത്താവെ നിൽക്കുന്നത് തോന്നുവാൻ, വീഴാതിരിപ്പാൻ സൂക്ഷിച്ചിട്ട് കൊള്ളട്ടെ എന്ന് എന്നോട് പരിശുദ്ധ വളരെ വ്യക്തമായി വചനത്തിൽ സ്റ്റക്ക് നിർത്തിയിട്ട് എന്നോട് ഇടപെടുവാനായിട്ട് കർത്താവെ, പരിശുദ്ധ ദൈവം കർത്താവിനോട് ഇടപെട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാനായിട്ടുണ്ട്. അങ്ങനെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴെങ്കിലും കർത്താവ് ദൈവം ഞാൻ നിൽക്കുന്നു എന്ന ചിന്ത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ കർത്താവ്? ഞാൻ അപ്പോഴും ദൈവം കർത്താവ് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ എനിക്ക് പരാജയപ്പെടുന്ന അനുഭവമാണ്, പരാജയത്തിന് അനുഭവമാണ് കടന്നു വരുന്നത്. ഈ ക്രിസ്തുവിനെ പേര് എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? വചനം പറയുന്നത് എന്നെ പേര് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കഴിയുമെന്ന ചിന്ത, എൻ്റെ നിൽക്കുന്നു എന്ന ചിന്ത, വിചാരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എനിക്ക് കർത്താവിനെ കൂടാതെ അവൻ ഉള്ളിൽ ആ നിഗളത്തിൻ്റെ ഭാവം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് പറയും, നീ പ്രാർത്ഥിക്കുക, നീ ഇന്നവണ്ണം പ്രാർത്ഥിക്കുക, അത് ഇന്നവണ്ണം ചെയ്യ്, വലിയ പ്രവൃത്തികൾ നടക്കുവാനായിട്ട്. പരിശുദ്ധയിലെ കർത്താവേ, യേശു കർത്താവ് പറഞ്ഞതുപോലെ, യേശു കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ കർത്താവെ അങ്ങനെ ഇത് പഠിപ്പിക്കണമെന്ന്, പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ കർത്താവെ, ശുശ്രൂഷ മേഖലകളിൽ കർത്താവെ എന്നെ ഏൽപ്പിച്ച് ഏത് ശുശ്രൂഷകളായിരുന്നാലും ശരി അത് ചെയ്യുവാൻ തൊക്കെ എന്നെ ഒന്ന് പഠിപ്പിക്കുവാനാണ്. ഞങ്ങളൊന്നുമില്ല, വളരെ മാറാക്കുന്ന കർത്താവിനെ പറയുവാൻ്റെ ആകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കഴിഞ്ഞ രാത്രി കഴിഞ്ഞ നേരങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുവാൻ്റെ അയച്ചുമ്പോൾ ഇതിനെ ആത്മാവിനോട് ഇങ്ങനെ പറയുവാൻ്റെ അയച്ചു. ക്രിസ്തു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് വചനം പറയുമ്പോൾ സഭ ആരാ? ദൈവത്തിന്റെ വചനം പറയുന്ന രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ദൈവം സഭയോട് ചേർത്തിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെ ദൈവസഭയോട് ചേർത്തിരിക്കുന്നത് പാതാള ഗോപുരങ്ങളെ നമ്മൾ ജയിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സഭയിലായിരിക്കുവാനാണ്, ക്രിസ്തുവിന്റെ സഭയിലായിപ്പാണ്ടാകണം. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുവാനായിട്ടാണ്, ദൈവ വചനപ്രകാരം നടപ്പാനായിട്ട് അങ്ങനെയുള്ളൊരു കൂട്ടത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ ദൈവ വചനം പറയുന്നത് അവരെ പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ലെന്ന് അവരെ കാണുവാനാകുമ്പോൾ പിശാച് അലറി ഓടുവാനായിട്ട്, അവരെ കാണുവാനാകുമ്പോൾ ദുഷ്ടൻ ഓടിപ്പോകുവാനായിട്ട് ഇന്ന് രാത്രി ആമങ്ങൾ കർത്താവ് നമ്മളെ ഒരുക്കിയ എന്തിനു വേണ്ടിയാ? നമുക്കൊരു പോരാട്ടമുണ്ട്. ജലരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന് ദുർലോക ശക്തിയോടും പോരാട്ടമുള്ളപ്പോൾ ഇന്ന് രാത്രി ആമങ്ങൾ ചെറിയ ആയുധങ്ങൾ ഇല്ലാതെ കഥ പോരാടുവാൻ വേണ്ടി ഇറങ്ങിയാൽ
എന്നാൽ പോരാട്ടത്തിന് നടുവിൽ കർത്താവ് പല പ്രയാസങ്ങൾ കടന്നു വരുവാണ്ടായിട്ട് മുറിവേൽക്കുവാണ്ടായിട്ട് ഇന്ന് രാത്രിക്കാലം കർത്താവ് ഒരുക്കേണ്ടതുപോലെ ഒരുക്കിയിട്ട് ഇറങ്ങി പുറപ്പെടുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ പരിശീലനമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടാൽ പോർക്കടത്തിൽ നിൽക്കുന്ന എത്ര അഭിഷേകം പ്രാപിച്ചതെന്ന് പറഞ്ഞെന്ന് നിൽക്കുന്നവനായിരുന്നാലും ശരി വീണ് പോകുവാണ്ടായിട്ട് നമുക്കറിയാം യുദ്ധത്തിൽ നിൽക്കുന്നവർ എപ്പോഴും ദിനം പ്രതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ അവർക്ക് പോയി നിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി യുദ്ധത്തിന് പുറപ്പെടുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ അവൻ അന്ധകാരത്തിൻ്റെ ശക്തികളോട് പോരാട്ടമുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പോരാടി, അതുകൊണ്ട് ഇന്ന് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് ഇന്ന് ലോകത്തോട് അനുരൂപപ്പെട്ട് നിന്നാൽ അവിടെ പല അപകടങ്ങൾ കടന്നു വരുവാനായിട്ട്, അവിടെ പ്രയാസങ്ങൾ കടന്നു വരുവാനായിട്ട്, അവിടെ മുറിവേൽക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുവാനായിട്ട് അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് പറയുക ഇന്ന് കർത്താവ് നിൽപ്പ് ക്രിസ്തുവിലാകുവാനായിട്ട് കർത്താവ് ദൈവമേ വീഴാതെ സൂക്ഷിക്കുവാനൊക്കെ ഒരു കൃപ പരിശുദ്ധാത്മാവ് ദൈവം സൂക്ഷിക്കുവാനായിട്ട് ആ ശക്തിയുള്ളവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടുള്ളതാവേ. എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല കർത്താവേ, അങ്ങയുടെ കൃപയില്ലാതെ എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിന്മേൽ തമ്മിൽ പകരുവാനാണമേ. ആ അഭിഷേകത്തിന്റെ ശക്തി അധികമായി തമ്മിൽ എന്നിന്മേൽ തമ്മിൽ ഇറങ്ങുവാനാകണമേ. ആ ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് അധികമായി തമ്മിൽ ചൊരിയുവാനാകണമേ. ദൈവം അതിനുവേണ്ടി ഒരുക്കുവാനായി, കർത്താവിന് വേണ്ടി ഒരുക്കുവാനായി ദിവസങ്ങൾ കർത്താവെ ദിവസങ്ങൾ ഉപവാസപ്രാർത്ഥന രാത്രികാലം കർത്താവ് ദൈവാസൻ പറഞ്ഞതോട് ചേർന്ന് നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ കർത്താവെ, ദൈവഹിതമില്ലാത്ത യന്ത്രങ്ങൾ കർത്താവെ, എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരങ്ങൾ കർത്താവെ, എൻ്റെ ശുശ്രൂഷ മേഖലകളിലോ എന്നെ ആക്കി വച്ചിരിക്കുന്ന ഏതെങ്കിലും മേഖലയായിരിക്കും. ഒരു പക്ഷേ പാടുവാനുള്ള കൃപയായിരിക്കാം, ഒരുപക്ഷെ സംസാരിക്കാനുള്ള കൃപയായിരിക്കാം, ഒരുപക്ഷെ ഇടപെടുവാനുള്ള കൃപയായിരിക്കാം, അതിനുശേഷം ഒരുപക്ഷെ സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള കൃപയായിരിക്കാം. പക്ഷെ ഏതെങ്കിലും മേഖലകളുടെ നടുവിൽ കർത്താവെ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞാൻ സന്ധിക്കുന്ന ചിന്ത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ദൈവമേ ക്ഷമിക്കുവാനേ പ്രാർത്ഥന. അങ്ങനെ വചനം പറയുന്നത് പോലെ കർത്താവെ അടുത്തൊരു നിമിഷം ഞാൻ വീഴാതിരിക്കണമെങ്കിൽ അങ്ങനെയൊന്ന് മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ ഞാൻ വീഴാതിരിക്കത്തുള്ളൂ കർത്താവെ. അങ്ങനെ വചനമാകുന്ന കർത്താവെ ആ വചനം എന്നിലേക്കൊന്ന് പ്രകാശിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വീഴാതെ യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആ നിത്യരാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ, ആ ദൈവരാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആ മുറുകെ പറ്റുന്ന സകല പാപവും ജഡത്തിന്റെ പ്രവൃത്തികളും വിട്ടു ഓടിയെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിലേക്ക് എത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മുറുകെ പിടിച്ചിരുന്ന സകല ജഡത്തിന്റെ പ്രവൃത്തികളെയും വിട്ടുപോകാൻ രാത്രികാലം ജഡത്തിന്റെ ഏതെങ്കിലും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്, ജഡത്തിന്റെ ഏതെങ്കിലും മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നു. കർത്താവിന്റെ വചനം പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഏതെങ്കിലും കയ്പിൻ്റെ അനുഭവം, ഏതെങ്കിലും വേദനപ്പെടുത്തുന്ന അനുഭവം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപാടുകൾ നമ്മൾ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട്. അവൻ ദൈവഗതമില്ലാത്തത് അവൻ സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് പരിശുദ്ധ അവൻ ഉന്നത കുലജാതനായി ആയതുകൊണ്ട് ഞാൻ വേദനയോടെ ഞാൻ പറയുന്നത്. കാരണം പലപ്പോഴും പല സഹോദരന്മാരെയും വേർതിരിച്ച് കാണും ഞാൻ ദേശങ്ങളെ നടുവിൽ ഞാൻ കാണപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് അതായത് എനിക്കെന്ത് യോഗ്യതയാണ് ആ മനുഷ്യനെ പോലെ ഞാനും ഇന്നൊരു ഭവനത്തിൽ ഞാൻ ജനിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ടുള്ളൂ. ഒന്ന് ചിന്തിക്കുവാൻ കഴിയും. ആർക്കെങ്കിലും പറയുവാൻ കഴിയും ഞാനും നിങ്ങളും എവിടെ ജനിക്കണമെന്ന്, ആ മനുഷ്യനും ജനിക്കണമെന്ന്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എവിടെ ജനിക്കണമെന്ന് മുന്നമേ തീരുമാനിച്ച ഒരു കർത്താവ്, മുന്നമേ തീരുമാനിച്ച ഒരു തമ്പുരാനുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തെ ദൈവം സന്ദർശിച്ച്, ദൈവം ആകർഷിച്ച്, ദൈവം രക്ഷിക്കപ്പെടുത്ത്, സ്വന്തം ജീവൻ കൊടുത്ത്, വില കൊടുത്ത് വാങ്ങി ദൈവസഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കാൻ ഞാൻ വേറൊരു തീരുമാനിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കുവാൻ. അതാ ഞാൻ വേറൊരു കാണിച്ച് ഞാൻ അകറ്റം നിർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവെ ദൈവത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും ദൈവം കർത്താവെ അതിൻ്റെ ആത്മീയ കണ്ണ് കാണാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ ഇത് പ്രകാരം മാറുവാണ്. ഇതിനൊക്കെ കർത്താവ് ഈ ഇരുട്ടം മാറണമെങ്കിൽ ഈ വചനം വെളിപ്പെട്ട് വരുവാണ്. ദൈവസഭയുടെ അന്തരങ്ങളിൽ നിലവിൽ
അവൻ ഇന്ന വർഷക്കാരെന്നും ഇന്ന ആൾക്കാരെന്നും പറഞ്ഞ് മാറി നിൽക്കാതിരിക്കണമെങ്കിൽ, അവൻ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണമെങ്കിൽ, ഒരുപോലെ കരുതണമെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഈ വചനം ക്രിയ ചെയ്യണം, വചനം പ്രകാശിക്കണം. അവൻ അങ്ങനെ കരുതുന്നവരെ, അങ്ങനെ കാണുന്നവരെ തെറ്റാണെന്ന് പറയുവാൻ ഒരുക്കുക, അവരോട് ചേർന്ന് നിൽക്കുവാനല്ല, അവരോട് ചേർന്ന് നിന്നിട്ട് യെസ് പറയുവാനല്ല, മൂടുവാനല്ല, അവരോട് ചേർന്ന് പറഞ്ഞ് അവരോട് അവൻ എരികേറ്റ് കൊടുക്കുവാനല്ല. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു, എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കാൻ വേണ്ടിയല്ല, അവൻ ഫിലിപ്പുണ്ടാക്കുവാൻ വേണ്ടിയല്ല, വേർതിരിച്ച് കാണുവാൻ വേണ്ടിയല്ല എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവസഭയെ നമ്മളോട് പണിതെടുക്കുവാൻ വേണ്ടിയാണ്. ഒരു വാക്കുകൊണ്ട് കർത്താവേ, ദൈവസഭയുടെ ഒരു അഭിമുഖത്തെ ക്ഷീണിപ്പിക്കുന്നത് ഒന്നും കടന്നു വരാതെ പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുവാൻ, ദൈവമില്ലാത്തത് ഒന്നും പറഞ്ഞ് കർത്താവ് ദൈവസഭ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഉയർത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു മണ്ഡലം പോലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകാതെ പരിശുദ്ധാത്മാവിനെ ക്രിയ ചെയ്യുവാൻ അധികാരം ദൈവത്തിന്റെ കൃപ നമ്മളെ വ്യാപരിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്യുവാനിടയാകാതെ കർത്താവേ, ദൈവസഭയ്ക്ക് അനുഗ്രഹത്തിന് തടസ്സമായി, ദൈവസഭയുടെ പദ്ധതികൾക്ക് തടസ്സമായി, ദൈവസഭയുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഒന്നും ജീവിതത്തിൽ കടന്നു വരാതെ കടന്നു വന്നിട്ടുണ്ടാവാം. മനുഷ്യരഭിഷേകം പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവേ അപ്പാ, ആ മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ അപ്പാ, ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാനിടയാകുമ്പോൾ ആ കർത്താവിനോട് പറഞ്ഞിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവം ഒരു കൃപ നമ്മളെ പകരുവാനിടയാകണമേ. എന്തിനു വേണ്ടിയാ? ഞാനും നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത് വേണ്ടിയാണ്. ഞാനും നിങ്ങൾ നാം നിത്യതയിൽ എത്തപ്പെടുവാനിടയാണ്. ഞാനും നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തപ്പെടുവാനിടയാണ്. അമ്മയെ ഇവിടെ കൂടിയിരുന്ന് ആരാധിച്ച് ദൈവം കൈകൊട്ടി പാടി ആരാധിച്ച് ഹല്ലേലൂയ പറഞ്ഞ് അന്യഭാഷ പറഞ്ഞു. പക്ഷേ കർത്താവിനെ വരവെങ്കിൽ എടുക്കപ്പെടാൻ, തള്ളപ്പെട്ടാൻ ഇത്രയും ഭയാനകരമായ ഒരവസ്ഥ വേറെയില്ല. ദൈവമേ, എന്നെ ഒന്ന് പണിതെടുക്കുന്നത്, ദൈവമേ ഒന്ന് പണിതെടുത്ത് ദൈവത്തിലേക്ക് പോലെ കർത്താവിന് ഇഷ്ടം പോലെ എന്നെ ഒന്ന് ഒരുക്കുവാൻ. കർത്താവ് ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ദൈവത്തിന് കർത്താവിൻ്റെ ദാസന്മാരോട്, ദൈവത്തിൻ്റെ സഭയോട്, പരിശുദ്ധ കഥ വളരെ മാറാക്കുന്ന കർത്താവിനോട് ചേർന്ന് മുമ്പോട്ട് നീങ്ങുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം അങ്ങനെ പറയുവാൻ. പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ആമേ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ദിവസങ്ങളിൽ ഉന്നതമായ എല്ലാ പാപങ്ങളും നീങ്ങി മാറിയിട്ട് അവൻ നിൽക്കുന്നത് അങ്ങയുടെ കൃപയാണ്, നിൽക്കുന്നത് അങ്ങയുടെ കൃപയാണെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുവാൻ്റെ അച്ഛന്. അമ്മ ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ അഭിഗത്തിൻ്റെ കൃപയാണെന്ന് ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ്റെ അച്ഛന്. അവൻ ഒരു ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ ധനം മുഴുവൻ കൂട്ടി വെച്ചിട്ട് അവൻ പോയി ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറയുവാനിടയാകുമ്പോൾ, മൂടാ ഇന്ന് രാത്രിക്കാലം നിന്റെ ആത്മാവിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതുപോലെ അവൻ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് വിചാരിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് ചോദിക്കുന്നത്, അവൻ ഇന്ന് രാത്രിക്കാലം നിന്റെ ആത്മാവിനെ എടുത്താൽ നീ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നതോ കഥാവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവന് ആരെങ്കിലും നിൽക്കുന്നെന്ന് തോന്നിയാൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കർത്താവ് അവന് വില കൊടുത്തുകൊണ്ട് കർത്താവെ മുമ്പോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ. ആത്മീയമായ കണ്ണ് തുറന്നു തന്ന് എനിക്ക് തമ്മിൽ നൽകുന്നുണ്ട് കർത്താവെ. അവയോട് ഓരോ സ്റ്റെപ്പും നിൽക്കുന്നത് കർത്താവെ, അവയെ അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ പ്രകാശം ലഭിച്ചിട്ട്, അങ്ങയുടെ തേജസ് ലഭിച്ചിട്ട് പരിശുദ്ധമായി പറയുന്ന പാതകൾ മാത്രം വെക്കുവാൻ ഒരു കൃപ പകരണമേ. അമ്മ കർത്താവെ തിരിച്ചറിയുവാൻ കഴിയണം കർത്താവെ. അടുത്ത സ്റ്റെപ്പ് ഞാൻ എവിടെ വെക്കണമെന്ന് ദൈവത്തിന് ആത്മാവിനോട് പറയണം, ദൈവത്തിന് പരിശുദ്ധാത്മാവിനോട് പറയണം. അല്ലാത്തൊരു